ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ചീസ് കേക്കാണേ. നമുക്കത് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് സ്ട്രോബെറീസാണ്. അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത ശേഷം ഒരു ചെറിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. കാരണം സ്ട്രോബെറിക്ക് പൊതുവെ ചെറിയ പുളിയുണ്ട്. അപ്പം നമുക്ക് പുഡിംഗ് കഴിക്കാൻ വളരെ ടേസ്റ്റി ആവത്തില്ല അല്ലെങ്കിൽ. അപ്പം നമ്മൾ അത് പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം ക്രീം ചീസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സ്മൂത്ത് ആകുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് 2 ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീം ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സെപ്പറേറ്റ് ബൗളിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിഫ് ആകുന്നിടം വരെ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ്. അത് ക്രീമൊന്നുമില്ലാത്ത പ്ലെയിൻ ബിസ്ക്കറ്റ്. ഞാനിവിടെ ഗ്രഹം ക്രാക്കേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ഉപയോഗിക്കാം. ഞാനൊരു 3 എണ്ണ എടുക്കുന്നുള്ളൂ. നമുക്ക് ക്വാണ്ടിറ്റി കുറച്ചും കൂട്ടിയെടുക്കാം, ഇത്തിരി കൂടി. ഇപ്പം നന്നായിട്ട് പൊടിച്ചെടുക്കണം. നമുക്കൊരു പ്ലാസ്റ്റിക് കൂടിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി റോളർ കൊണ്ട് ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. നന്നായിട്ട് പൊടിച്ചെടുത്ത ശേഷം നമുക്കതിലേക്ക് ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒത്തിരി സോക്കാകാൻ പാടില്ല, പക്ഷേ എന്നാൽ ഒരു സ്റ്റിഫായിട്ടിരിക്കുന്ന രീതിയിൽ നമ്മൾ പുഡിങ്ങിൻ്റെ കൂടെ ഇട്ട് കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റിക്കിനെസ് ഉണ്ടാവണം. ഒരു ടേബിൾ സ്പൂണോളം മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത്രയും ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ പുഡിങ് ലെയർ ചെയ്തെടുക്കാമേ. ഞാൻ അതിന് ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ ബേസായിട്ട് തന്നെ ഞാൻ ബിസ്ക്കറ്റിൻ്റെ ക്രംസാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്ത ശേഷം നമുക്കൊരു ഗ്ലാസ്സോ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല ഫേമായിട്ട് അത് ആ ഗ്ലാസിൻ്റെ അടിഭാഗത്തിരിക്കും. അതിനുശേഷം സെക്കൻഡ് ലെയറായിട്ട് നമുക്ക് സ്ട്രോബെറി, നമ്മൾ ആദ്യം ഷുഗറിനകത്തിട്ട് വെച്ച സ്ട്രോബെറി ചേർത്ത് കൊടുക്കാം. സ്ട്രോബെറി സെക്കൻഡ് ലെയറായിട്ട് ഇട്ട് കൊടുക്കാവേ. സ്ട്രോബെറി സെക്കൻഡ് ലെയറായിട്ട് ഇട്ട ശേഷം നമുക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം ചീസ് അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് സ്ട്രോബെറി ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ സ്ട്രോബെറി ഇട്ട് കൊടുത്ത് ക്രീം ഇട്ട് കൊടുത്ത് നമുക്ക് ലെയർ ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാൻ അവസാനം ഒരു സ്ട്രോബെറി തന്നെ റോസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇതിന് മുകളിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ മോളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പം കൊടുക്കാനായിട്ടുള്ള വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്, വളരെ കുറച്ച് സമയം കൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് കറി ലീഫ്.